50,000 കൊടുക്കാം. 50,000 കൊടുക്കാം. ഒരു മാരുതിയുടെ പൈസ അല്ലേ ആവുള്ളൂ. 2010 ഉണ്ട്, ഈ വർഷം അവസാനം ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. അതും 59 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 2008 ഉണ്ട്, 21 പേപ്പർ ഉണ്ട്, സ്റ്റാൻഡേർഡ് ആണ്. 35,000. ഇതിപ്പോൾ നമുക്ക് ഫൈനൽ ഒരു 46 രൂപ കൊടുക്കാം. 46 രൂപ കൊടുക്കാം. ഓക്കെ. മാരുതി 800 2010 വണ്ടി എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് ഈ വണ്ടി? നമുക്കൊരു ഫൈനൽ ഒരു 90 രൂപയ്ക്ക് കൊടുക്കാം. വലിയ വില. അടുത്ത വണ്ടി സ്കോഡ ലോറ. ഇത് മൂന്നാമത്തെ ഓണർ മോഡലോ വില വരുന്നത്? ഇത് നമുക്ക് ഇത് ഫൈനൽ ഒരു 1 രൂപ കൊടുക്കാം. 1,00,000 രൂപ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള ഇന്നയ കാർസിലാണ്. അപ്പോൾ നിങ്ങൾ വിലക്കുറവാണ്, നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഇന്നയ കാർസിനെ സമീപിക്കുക. അപ്പം ഒരു ലൊക്കേഷൻ വരെ തിരുവനന്തപുരം, നെടുമങ്ങാട്, വേങ്കവിള, അതേപോലെ പനവൂരും 2 ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുക, അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. മോഡല് 2006 വണ്ടി. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ വണ്ടി. ഓക്കെ. അപ്പം 2006 26 പേപ്പർ വരുന്നുണ്ടോ? 26 പേപ്പർ ഉണ്ട്. അലോയ്സ് ഒക്കെ വരുന്നുണ്ടല്ലേ? അലോയ്സ് ഉണ്ട്. ഓക്കെ. 2006 വണ്ടി 26. ഓണർഷിപ്പ് ഒക്കെ എത്രയായി ബ്രോയിൻ്റെ? അത് 2-3 ആയി കാണുമല്ലോ. 2-3 ആയി കാണും. നമ്പർ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ. വണ്ടിയുടെ ഇന്ത്യൻ കണ്ടീഷൻ ഈ കാണുന്ന ഇതാണ്. AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? AC വർക്ക് ചെയ്യണം കേട്ടോ. ഇത് AC ഒക്കെ പണിത് വെച്ച് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നോക്കിയെടുക്കണം. ഈ പറഞ്ഞ കണ്ടീഷനാണ് വണ്ടി. ഇതിലൊന്നും നോക്കാനില്ല, ഒരു 46 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ ആ കണ്ടീഷനിൽ അല്ല, അത് തന്നെ എന്തെങ്കിലും ചെറിയ കാര്യം ഇതിൽ നോക്കാനില്ല. ഇതിൽ കംപ്ലൈൻറ്റ് ഇല്ല. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കംപ്ലൈൻറ്റ് ആണെന്ന് പറയും. ഇത് കംപ്ലൈൻറ്റ് ഇല്ല. ഇങ്ങനെയുള്ള സാധനമൊക്കെ നമുക്ക് ഇല്ല എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ ഓടിച്ചത് ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തിയ കേസുകളാണ്. ഇല്ല. അപ്പോൾ ഇതെങ്ങനെ എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? ഇതിപ്പോൾ നമുക്ക് ഫൈനൽ ഒരു 46 രൂപ കൊടുക്കാം. 46 രൂപ കൊടുക്കാം. അടുത്ത വണ്ടി സ്വിഫ്റ്റ്. ഇത് 2005. 27, 28 വരെ ടാക്സ് ഉണ്ട്. ഈ വർഷം ആഗസ്റ്റ് ഏപ്രിൽ വരെ പേപ്പറും ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അലൈവിയിലുണ്ട്. ഇന്റീരിയർ ഇൻബിൽഡ് സെറ്റ് ZXi ആണ് കേട്ടോ. എയർ ബാഗ് എല്ലാം പറഞ്ഞ ടൈപ്പ്. ZXi ആണോ VXi ആണോ? ZXi. ബാക്ക് വൈപ്പർ എല്ലാം പറഞ്ഞ ടൈപ്പ്. എയർ ബാഗ് വരും. ഓക്കെ. സ്റ്റിക്കർ ഒട്ടി ചെയ്യുന്നതാണ്. നല്ല സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്. എല്ലാം വർക്കിംഗ് എല്ലാം വർക്കിംഗ്. എല്ലാം വർക്കിംഗ്. വേറെ പവർ സ്റ്റിയറിംഗ് പ്രശ്നം ഒരു പ്രശ്നമില്ല. ഇതൊക്കെ പക്ക അലൈ വീൽസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെ വില വരുന്നത്? 1,800 കൊടുക്കാം. 1,08,000 രൂപ. ഓക്കെ, ശരി. എങ്ങനെയാണ്? ഇത് 2011 LXi ആണ് കേട്ടോ. 70,000 കിലോമീറ്റർ, രണ്ടാമത്തെ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ചെറിയ ഒരു സ്ക്രാച്ച് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇവിടെ ചെറിയ ടച്ചപ്പ്, ചെറിയ രീതിയിലുള്ള വലിയ നാച്ചുറൽ LXi ആണ്. 2011 വേരിയന്റ് LXi. 4 ടയർ പുതിയ കിടപ്പുണ്ട്. അപ്പോൾ ഈ 26 പേപ്പർ ഉണ്ടല്ലേ? 26 പേപ്പർ ഉണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓൺഷിപ്പ് വന്നിട്ട് രണ്ടാമത്തെ ഓൺഷിപ്പാണ് കേട്ടോ. രണ്ടാമത്തെ ഓൺഷിപ്പ് 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നങ്ങളൊന്നും. AC എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. AC എല്ലാം വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. LXi ആണ് കേട്ടോ. നമുക്കൊരു ഫൈനൽ 98 രൂപ കൊടുക്കാം. 98,000 രൂപ. വണ്ടി നല്ല ക്വാളിറ്റിയുടെ ഒറ്റ പോളിഷിന്റെ ഒറ്റ കേസേ ഉള്ളൂ. അത് ഞാൻ പോളിഷ് ചെയ്തോ. അടുത്ത വണ്ടി ബീറ്റ്. എങ്ങനെ? ബീറ്റ് വരുന്ന 2010 പെട്രോൾ വണ്ടിയാണേ. പെട്രോൾ ആണോ? പെട്രോൾ. 10 വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് 3-4 ആയിരിക്കും. കിലോമീറ്ററും ഓണർഷിപ്പ് ഒക്കെ എത്ര? മൂന്നാമത്തെ 4ാമത്തെ നമ്പർ കറക്റ്റ് അടിച്ച് നോക്കി അറിയാൻ പറ്റും. കറക്റ്റ്. ശരി. ഫൈനലിൽ കയറിയിട്ട് വണ്ടിയിൽ ഒരുപാട് ഇടക്കുമ്പോൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ലോക്കാണ്. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ ഈ കാണുന്ന AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ബ്രോ? AC എല്ലാം വർക്കിംഗ് ആണ്. അല്ല AC കാര്യം നോക്കണം. AC വർക്ക് കൂളിംഗ് കുറവാണ്. വർക്കാണ്. കൂളിംഗ് കുറവാണ് നോക്കണം. ടോപ്പ് വേണ്ടി വരും. ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ ആവറേജ് കണ്ടീഷൻ നോക്കി എടുക്കണം അല്ലേ? ബാക്കിയുള്ള ഇതൊക്കെ നോക്കി എടുക്കണം. ഇതൊക്കെ വേറെ ഇത് ആ വിലയിൽ കൊടുക്കാം. നോക്കാനായാലും ആ വിലയിൽ കൊടുക്കാം ബ്രോ. 50,000 കൊടുക്കാം. 50,000 കൊടുക്കാം. ഒരു മാരുതിയുടെ പൈസ അല്ലേ ആവുള്ളൂ. 2010 ഉണ്ട്, ഈ വർഷം അവസാനം ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. അതും പെട്രോൾ വാരന്റി ആണ്. പെട്രോൾ വാരന്റി ചില മാർക്കറ്റ് കൂടുതലാണ്. വണ്ടി കാണാനും വൃത്തിയുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ശരി. അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ. 2011 വണ്ടിയാണ് കേട്ടോ. ഫോർഡ് ഫിഗോ 2011. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. 4ാമത്തെ ഓണറാണ്. കിലോമീറ്റർ 90 ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വണ്ടി കണ്ടീഷൻ? വണ്ടി കണ്ടീഷനാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി നല്ല വണ്ടി. ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. ഓക്കെ. ബാക്കി AC എല്ലാം വർക്കിംഗ് ആണോ? AC എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം. ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നു. എൻ്റെ 90,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയെന്ന് പറഞ്ഞാൽ? ഓണർഷിപ്പ് 4ാമത്തെ 3ാമത്തെ എന്തോ ആണ്. എയർ ബാഗ് എല്ലാം പറഞ്ഞ ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ? AC കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം വർക്കിംഗ്. പവർ വിൻഡോ ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, എല്ലാം വരുന്ന എല്ലാം വർക്ക് ചെയ്യുന്നു. എല്ലാം വർക്കിംഗ്. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളെല്ലാം ഉള്ള. ഓക്കെ. എത്ര കൊടുക്കാം? നമുക്കൊരു ഫൈനൽ ഒരു 85 രൂപ ലാസ്റ്റ് കൊടുക്കാം. 85 രൂപ. 2011 ഉണ്ട്. ഇൻഷുറൻസ് എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പം ഇൻഷുറൻസ് എടുത്ത് 85 രൂപ കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ. ഇത് 2010 LX വണ്ടിയാണ്. ഓക്കെ, പറ ബാക്കി. 10 വണ്ടി. പേപ്പറൊക്കെ എത്ര ഉണ്ട്? പേപ്പർ ഈ വർഷം ലാസ്റ്റ് ഉണ്ട്. പക്ഷേ വണ്ടി നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. LX ആണ്. LX. ബോഡിയൊക്കെ കുഴപ്പമില്ല, എൻ്റെ ഒന്നും കാണുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. ക്ലീൻ പീസ് വണ്ടി. ഓക്കെ. ഇത് കമ്പനി പെയിൻറ്റിംഗ് ആണെന്ന് തോന്നുന്നല്ലേ? കമ്പനി പെയിൻറ്റിംഗ്.
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം വർക്കിംഗ് ആണ്. ആ, നല്ല ക്വാളിറ്റി അല്ലേ വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര വരും? ഓൺഷിപ്പും രണ്ടാമത്തെ മൂന്നാമത്തേക്ക് തന്നെ. കിലോമീറ്ററിന് ഒന്നിനകത്തായതേ ഉള്ളൂ, ഒന്ന് കഴിഞ്ഞില്ല. നമ്പർ കാണിക്കുന്നുണ്ട്, ബാക്കി ചെക്ക് ചെയ്ത് നോക്കാം കാര്യങ്ങളല്ലേ. എത്രയ്ക്ക് കൊടുക്കാം? നമുക്കിതൊരു ഫൈനൽ ഒരു രൂപയ്ക്ക് കൊടുക്കാം. 1 രൂപ. ഓക്കെ. ഇപ്പം എൻ്റെ അടുത്ത വണ്ടി 2010 മാരുതിയാണേ. മാരുതി 800 2010. ഓ, അപ്പം ടെസ്റ്റിന് സമയമായാ? ടെസ്റ്റ് ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പർ വരും. ഈ വർഷം ടെസ്റ്റിന് സമയമായി. ഓക്കെ, ലാസ്റ്റ് വരെ പേപ്പർ വരും. വണ്ടി നല്ല ക്വാളിറ്റിയാണ്. എഞ്ചിൻ റൂമൊക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര ഉണ്ടാവും? ഓണർഷിപ്പ് മൂന്നാമത്തെ നല്ലതാണ്. എഞ്ചിൻ റൂമൊക്കെ പെയിൻറ്റ് അടിച്ച് നല്ല അഡീഷണൽ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള മാരുതി 800. AC ഉള്ള വണ്ടി? AC ഉള്ള വണ്ടി, AC വർക്കിംഗ് ആണ്. ഓക്കെ, മാരുതി 800 2010 വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് ഈ വണ്ടി? നമുക്കൊരു ഫൈനൽ ഒരു 90 രൂപയ്ക്ക് കൊടുക്കാം. വലിയ വിലയാണ്, പക്ഷേ വണ്ടി ഇത്രയും വില കയറിപ്പോയി എടുത്തപ്പോൾ. അടുത്ത വണ്ടി ഓൾട്ടോ 2008 വണ്ടി, സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. 28 വരെ പേപ്പർ ഉണ്ട്. വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അത്ര ഓടിയിട്ടുള്ളൂ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണോ? സിംഗിൾ ഓണർഷിപ്പ്. ഇപ്പോൾ ഞങ്ങളെ പേരിലോട്ട് മാറ്റിയിട്ടുണ്ടെന്ന് ഓൾറെഡി, സെക്കൻഡ് ആയിക്കപ്പോൾ. LXi ആണ്? ഇല്ല, സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. AC പോസ്റ്ററിംഗ് ഒന്നുമില്ല. 35,000 കിലോമീറ്റർ പുതിയ വണ്ടി എങ്ങനെയാണ് അത് തന്നെ. ഓക്കെ, വേറെ വലിയ ഡെൻ്റൊന്നും കാണുന്നില്ല, പക്ഷേ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. നോക്കി എവിടെ ഡെൻ്റ്, നല്ല ബോഡി ഷേപ്പും. ഇതൊക്കെ കണ്ടോ? ടയറൊക്കെ ചെറിയ ടയർ ഇത് ഒരെണ്ണം പുതിയതുണ്ട്, ബാക്കി 3 പഴക്കം ചെന്ന് ഓടാതെ ഇറന്നതിൻ്റെ. ഇത് ഞാൻ തന്നെ സ്റ്റെപ്പിന് എടുത്തിട്ടതല്ല. ഓക്കെ, അപ്പം LX ആണ് സ്റ്റാൻഡേർഡ് ഓൾട്ടോ. എത്രയ്ക്ക് കൊടുക്കാം? സ്റ്റാൻഡേർഡ് ഓട്ടോ ഇപ്പം നമ്മൾ ഈ 35,000 കിലോമീറ്റർ ഓടിയെന്നും പറഞ്ഞ വലിയ വിലയും ചോദിക്കുന്നില്ല. ഒരു 59 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക. 2008 വണ്ടി, 28 രൂപ പേപ്പർ ഉണ്ട്, സ്റ്റാൻഡേർഡ് ആണ്. 35,000 കിലോമീറ്റർ ഓടി, ജെന്യൂൻ കിലോമീറ്ററും ആണ്. 58 രൂപ കൊടുക്കാം. 59 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കും. 59. ഓക്കെ, വാഗണാർ എങ്ങനെയാണ്? ഇത് 2007 വണ്ടിയാണ്. 7 വണ്ടി. അലോയ്സ് ഒക്കെ ചെയ്ത വണ്ടി? നല്ല അലോയ്സ് കാര്യങ്ങൾ നല്ല ഫിറ്റിംഗ്സ് കൊണ്ട്. 27 രൂപ പേപ്പർ ഉണ്ടോ? 27 രൂപ പേപ്പർ ഉണ്ട്, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. കണ്ടോ? ഓക്കെ, നല്ല അലോയിൽ കാര്യങ്ങൾ, നല്ല ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയാം. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് ഇതേപോലെ തന്നെ 3-4 തന്നെ. കിലോമീറ്റർ എത്രയായി കാണും? കിലോമീറ്റർ ഒന്നും ആയില്ല. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ ഈ കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ബാക്കി AC വർക്കിംഗ് ആണോ? അല്ല, AC ബോക്സിന് എല്ലാം വർക്കിംഗ് ആണ്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. പറയത്തൊക്കെ ഒന്നുമില്ല കേട്ടോ. കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയും. ഇതിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല കംപ്ലൈന്റ്, അതാണ് പിന്നെ പറയാം. പ്രശ്നങ്ങൾ ചെയ്തെടുക്കുന്നത്. അത് തന്നെ, പക്ഷേ ഇതിൽ കംപ്ലൈന്റ് ഇല്ല. ഇത് ഫീലിംഗ് നമുക്ക് ഫീലിംഗ് ഇല്ലല്ലോ. ഇല്ല, പ്രശ്നം ഒന്നും ചെയ്യാത്ത ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് വില വരുന്നത്? ഇത് നമുക്ക് ഇത് ഫൈനൽ ഒരു 1 രൂപ കൊടുക്കാം. 1,00,000 രൂപ. അടുത്ത വണ്ടി സ്കോഡ ലോറ. ഇത് മൂന്നാമത്തെ ഓണർ. മോഡൽ 1,40,000 കിലോമീറ്റർ, 2008 വണ്ടി, 28 രൂപ പേപ്പർ ഉണ്ട്, അലൈ വീൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ. ഓട്ടോമാറ്റിക് ഒന്നുമല്ല, മാനുവൽ അല്ലേ? കേട്ടില്ല. മാനുവലാണോ ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം. അലൈസ് ഒക്കെ വരുന്നുണ്ടല്ലേ? അലൈസ് വരുന്നുണ്ട്, ഇന്റീരിയറും ഉള്ള. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് 4-3 ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 ഓടിയിട്ടുണ്ട്. ഓക്കെ, കിലോമീറ്റർ അതിൽ സൂം ചെയ്ത് തന്നെ കാണിച്ചിട്ടുണ്ടോ? അതിൽ ഇത്രയുണ്ട്. 1.45 അറിയാൻ പറ്റില്ല. മറ്റേ ഇഗ്നിഷൻ ഓണൊക്കെ അറിയാൻ പറ്റുമോ? വണ്ടി കൊള്ളാം, നല്ല വണ്ടി, നല്ല മൈലേജും കിട്ടും. നല്ല വണ്ടിയാണ് കേട്ടോ. ഇത് മെയിൻ്റെനൻസും കുറവാണ്, മൈലേജും കൂടുതൽ, നല്ല മൈലേജ്. എഞ്ചിൻ കണ്ടീഷൻ ഡീകംപ്രഷൻ ഓൾറെഡി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കൊള്ളാം. കണ്ടീഷനാണ്. ഇതിൽ ഫ്രണ്ട് ഗ്ലാസ് ഇല്ലാണ്ട് ഇവിടെ ഒരു ക്രാക്ക് വീണിട്ടുണ്ട് ചെറിയ. ഇത് ചൂടായി കിടന്ന് നമ്മൾ പറഞ്ഞാൽ ഈ ചൂടാകുമ്പോഴത്തേക്ക് ഇപ്പോഴാണ് ഗ്ലാസ് താത്തിട്ടത് കേട്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രാക്ക് വീണത് ഇവിടെ. ഓക്കെ, അപ്പം എങ്ങനെയാ വരാം? ഇതൊരു ഫൈനൽ 1.35 കൊടുക്കുക. 1.35. സ്കോഡ ലോറ 1.35. വീഡിയോ വൈൻഡപ്പ് ആണ്. അപ്പോൾ നമ്മൾ ലോ ബഡ്ജറ്റ് വണ്ടികളാണ്, അപ്പം വില കുറഞ്ഞ വണ്ടികളാണ്. അപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയൊക്കെ എടുക്കുക. ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ